ഇപ്പോൾ ഷിഗല്ല ബാധിച്ച ചികിത്സയിലുള്ള ബത്തേരിയിലെ കുട്ടികളെ സന്ദർശിക്കുകയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ പരിസരം വൃത്തിയാക്കേണ്ട ചുമതലയൊക്കെ അവർക്കുണ്ട്. അവരും കൂടെ സഹകരിക്കണം. ഇത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ പൂർണ്ണമായിട്ടും പ്രതിരോധിക്കാൻ കഴിയൂ. ഏതായാലും ആരോഗ്യവകുപ്പും ഫുഡ് സേഫ്റ്റിയും വളരെ കർശനമായിട്ട് ഞങ്ങളുടെ നിർദ്ദേശങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കുട്ടികളുടെ ഈ സ്കൂളുകളുടെ ആദ്യം പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷമാണല്ലോ സ്കൂൾ തുറന്നേ. അപ്പോൾ വീണ്ടും ഒന്നുകൂടി പരിശോധിക്കണമെന്നും റിപ്പോർട്ട് നൽകണമെന്നും ഇപ്പോൾ പറഞ്ഞിരുന്നല്ലോ. തീർച്ചയായും സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു ആലോചന ഉണ്ടോ? വീണ്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ കിണറുകളൊക്കെ പരിശോധിച്ച് വീണ്ടും ഒന്നുകൂടി ഉറപ്പിക്കും. അത് ഒന്ന് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിലൊക്കെ മറ്റു കുട്ടികളും അഡ്മിറ്റ് ആയിട്ടുണ്ട്. അവരെയൊക്കെ എങ്ങനെയാണ് അവരുടെ ചികിത്സാ ചെലവ്? അതെല്ലാം സർക്കാർ തന്നെ അക്കാര്യത്തിൽ വേണ്ട നടപടി സ്വീകരിക്കും. കേരളത്തിൽ പല സീസൺ ആകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത്. എങ്ങനെ കേരളത്തിൽ പല സീസൺ ആകുമ്പോൾ മഴ വരുമ്പോഴാണ് ഇത്തരത്തിൽ പകർച്ചവ്യാധികളുടെ ഒരു വ്യാപകമായി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ വ്യക്തമായ പഠനം ഇങ്ങനെ നടക്കുന്നുണ്ടോ? അതായത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ഞങ്ങളുടെ സർക്കാർ ചാർജ് എടുത്ത ആ ദിവസം 18-ാം തീയതി ആദ്യ ക്യാബിനറ്റിൽ തന്നെയാണ് എല്ലാ ജില്ലകൾക്കും 1 കോടി വെച്ച് നൽകാൻ തീരുമാനിച്ചത്. ഞങ്ങൾ അധികാരത്തിൽ വന്ന സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം. പക്ഷേ കഴിഞ്ഞ ഒരു ഇലക്ഷൻ്റെ ഒരു മൂടൊക്കെ കാരണം അത് പലയിടത്തും നടന്നില്ല. കാരണം പെരുമാറ്റച്ചട്ടവും കാര്യങ്ങളൊക്കെ കാരണം സാധാരണ സ്വീകരിക്കുന്ന നടപടികൾ ചിലയിടത്ത് ഉണ്ടായി കാണില്ല. ഒരുപക്ഷെ അതും ഈ രോഗത്തിൻ്റെ വ്യാപനത്തിന് കാരണമായി കാണാം. ഈ വയനാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചികിത്സാ പ്രശ്നങ്ങൾ ഒരുപാടൊക്കെ ഉണ്ടല്ലോ. അതിന് ചില ഡിപ്പാർട്ട്മെൻറ്റിന് ഡോക്ടർമാരില്ലാത്ത പരാതി വന്നിട്ടുണ്ട്. ഇപ്പോൾ ന്യൂറോ, നെഫ്രോളജി, റേഡിയോളജി, ആ 3നും PSCയിലേക്ക് നിയമനത്തിന് വേണ്ടി ആരോഗ്യവകുപ്പ് കത്തയച്ചു. ലിഫ്റ്റ് പ്രവർത്തിക്കാതെ കുറേ നാളായി അവിടെ. ഇപ്പോൾ ഞാൻ പറയാം, ഈ മെഡിക്കൽ കോളേജ് യാതൊരു സൗകര്യവും നോക്കാതെ എടുത്തു ചാടി ആരംഭിച്ചതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ആ മെഡിക്കൽ കോളേജ് നിലനിർത്തണമല്ലോ, അതൊരിക്കലും പൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റിന് ഇപ്പോൾ 28 ഏക്കർ റവന്യൂ ഭൂമി ഏറ്റെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. 28 ഏക്കർ വനഭൂമി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പകരം 28 ഏക്കർ റവന്യൂ ഭൂമി തിരിച്ച് ഫോറസ്റ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെൻറ് പെർമിഷൻ വേണം. 68ഓളം വിദ്യാർത്ഥികളാണ് ഷിഗല്ല ബാധിതരായി വയനാട്ടിൽ ബത്തേരിയിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ബത്തേരി താലൂക്ക് ആശുപത്രിയിലെത്തി കുട്ടികളെ സന്ദർശിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. ആശങ്ക വേണ്ട എന്നാണ് ആരോഗ്യ വകുപ്പ്. അതിനുള്ള കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.